ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നമ്മുടെ മലബാറുകാരുടെ നോമ്പുതുറ സ്പെഷ്യലായ തരിക്കഞ്ഞി അല്ലെങ്കിൽ തരി കാച്ചിയത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാരൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തരി കാച്ചിയത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും ഞാനിവിടെ എൻ്റെ വ്യൂവേഴ്സ് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ റെസിപ്പി ഇടുന്നത്. നന്നായിട്ട് നമുക്ക് പഞ്ചസാര അലിഞ്ഞു കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ പാല് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഒരു കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതൊരു 2-3 മിനിറ്റ് റവ വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ റവ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ തരി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സ് റൈസൻസും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് തന്നെ 2 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ തയ്യാറാക്കിയ നമ്മുടെ തരി കാച്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ തരിക്കഞ്ഞി അല്ലെങ്കിൽ തരി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. Please subscribe to my channel and thank you for watching.